ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീഫ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ബീഫ് കട്ട്ലേറ്റ് റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. 1/2 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫൊന്ന് കുക്കറിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഞാനിതിലേക്ക് ഇടുന്നില്ല. ഇനി മുളക് പൊടി ആവശ്യമുള്ളവരാണെങ്കിൽ മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 1/2 കിലോ ബീഫാണ് വേവിച്ച് വെച്ചിട്ടുള്ളത്. അതിൽ പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കിലോനാണ് ഞാനിപ്പോൾ വെന്തതിന് ശേഷം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വേറൊരു സ്നാക്ക് കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1/4 കിലോ ബീഫ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബീഫ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരിഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ബീഫ് കിട്ടേണ്ടത്. ഇനി നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഉരുളക്കിഴങ്ങൊന്ന് പുഴുങ്ങിയിട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 2 വലുതും ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ കുക്കറിലേക്ക് ഇട്ടിട്ട് അത്യാവശ്യം വെള്ളവും അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് തൊലിയൊക്കെ കളഞ്ഞൊരു ബൗളിലേക്ക് ഇട്ടെടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഉടച്ചെടുക്കാം. നന്നായിട്ട് പൊടി പൊടിയായിട്ട് തന്നെ ഉടച്ചെടുക്കണം. ഇനി നമുക്ക് കട്ട്ലേറ്റിലേക്കുള്ള മസാല റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 4 മീഡിയം സൈസിലുള്ള സവാള പൊടി പൊടിയായി അരിഞ്ഞിട്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഒന്നുകൂടി വഴറ്റിയിട്ടെടുക്കാം. ഇപ്പോൾ സവാള അത്യാവശ്യം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് 4 എണ്ണം ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള അളവൊക്കെ 1/4 കിലോ ബീഫ് വെച്ചിട്ടുള്ള കട്ട്ലേറ്റിനുള്ള മസാലയ്ക്കുള്ള അളവാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കാം. ഇനി കുറച്ച് മസാല പൗഡറുകളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മസാല പൗഡറുകളൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് തീ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മസാല പൗഡറുകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് നോക്കിയിട്ട് വേണം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് നിറച്ചും കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു കളർ നമ്മുടെ കട്ട്ലേറ്റിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തില്ല എന്ന് വെച്ചിട്ട് ഇതിന് ടേസ്റ്റിനൊന്നും മാറ്റം വരാൻ പോകുന്നില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി മസാലയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തുകൊണ്ട് ബീഫിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ മസാലയ്ക്ക് വേണ്ടി മാത്രം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട്ലേറ്റ് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ കട്ട്ലേറ്റിൻ്റെ മസാല ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ മസാലയിൽ നിന്നും ഓരോ സ്പൂണ് മസാല കയ്യിലേക്ക് എടുത്തിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റൗണ്ടായിട്ടാണ് കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. കട്ട്ലേറ്റ് കട്ട് ചെയ്യുന്ന കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ മസാല ഫുള്ളായിട്ട് തന്നെ ഇതുപോലെ റൗണ്ടാക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കട്ട്ലേറ്റൊക്കെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു അളവിൽ എനിക്ക് 14 കട്ട്ലേറ്റാണ് കിട്ടിയിട്ടുള്ളത്. കുറച്ചും കൂടി ചെറുതാക്കുകയാണെങ്കിൽ 15 കട്ട്ലേറ്റ് നമുക്ക് ഈ ഒരു അളവിൽ കിട്ടും. ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ കട്ട്ലേറ്റും ഈ ഒരു മിക്സിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മുക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ കട്ട്ലേറ്റ് ബ്രെഡ് ക്രംസിലൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടുള്ള ഈ കട്ട്ലേറ്റ് ഒന്നുകൂടി നമുക്ക് ഈ മുട്ട മിക്സിൽ ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയിട്ടെടുക്കാം. അപ്പം നല്ല കട്ടിയിൽ തന്നെ ഈ കട്ട്ലേറ്റിൻ്റെ മുകളിൽ നന്നായിട്ട് ബ്രെഡ് ക്രംസും മുട്ടയൊക്കെ കോട്ട് ചെയ്തിരിക്കും. അപ്പം നല്ലൊരു ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാൻ കട്ട്ലേറ്റ് റെഡിയാക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഈ തൊലി ഭാഗം നല്ല കട്ടിയിൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ കട്ട്ലേറ്റും ചെയ്തെടുക്കാം. അപ്പോൾ അതാ എല്ലാ കട്ട്ലേറ്റും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലൊക്കെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓരോ കട്ട്ലേറ്റും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലേറ്റിൻ്റെ ഒരു ഭാഗം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കട്ട്ലേറ്റ് ഇട്ടിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ തീയിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടൂല. പെട്ടെന്ന് കരിഞ്ഞിട്ട് കട്ട്ലേറ്റിൻ്റെ കളർ തന്നെ മാറിപ്പോവും. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ദാ ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്ക് കട്ട്ലേറ്റ് ഓരോന്നും ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള കട്ട്ലേറ്റും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ അതാ നമ്മുടെ ബീഫ് കട്ട്ലേറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും റെഡിയാക്കാൻ പറ്റുന്ന ഈ ബീഫ് കട്ട്ലേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്